നമുക്കത് അങ്ങനെ ചെയ്യാം. ഓക്കെ, മൊബൈൽ ഫോണിൽ നമ്മൾ പല ആപ്പുകളും ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷൻ ആക്സസ് ചോദിക്കാറുണ്ടല്ലേ? പക്ഷേ എല്ലാ ആപ്പുകൾക്കും ഈ ലൊക്കേഷൻ ആക്സസ് ആവശ്യമാണ്. ജീവിതം ഓൺലൈൻ അധിഷ്ഠിതമായി മാറിയ ഈ കാലത്ത് നമ്മുടെ ഓരോ നീക്കവും ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ചില ആപ്പുകൾക്ക് അതിന്റെ ബേസിക് പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ലൊക്കേഷൻ ആക്സസ് നൽകുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അനാവശ്യമായിട്ട് നമ്മുടെ ലൊക്കേഷൻ ആക്സസുകൾ ആവശ്യപ്പെടുന്ന ചില ആപ്പുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ആപ്പുകൾക്ക് നമ്മുടെ ലൊക്കേഷൻ ആക്സസുകൾ നമുക്ക് നൽകാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഗൂഗിൾ മാപ്പിംഗ് ആപ്പുകൾ നമ്മളോട് ലൊക്കേഷൻ ആക്സസ് ചോദിക്കുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസ് തരാനാണ്. ഇറ്റ് മേക്സ് സെൻസ്, റൈറ്റ്? പക്ഷേ ക്യാമറ ആപ്പുകൾ ചില സമയങ്ങളിൽ നമ്മളോട് ലൊക്കേഷൻ ആക്സസ് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാപ്പോ ഇത്? അത് ചിലപ്പോൾ നമ്മളുടെ ഫോട്ടോ എവിടെ നിന്ന് എടുത്തു എന്ന് അറിയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിട്ട് മാറും കേട്ടോ. ഈ ഒരു ആക്സസ് നൽകുന്നത് തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മുടെ ടാക്സി ആൻഡ് ഫുഡ് ഡെലിവറി ആപ്പുകൾ, അവർക്ക് എന്തായാലും നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്തേ തീരൂ. പക്ഷേ ആ ഒരു ആക്സസ് നമ്മൾ ആ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം പോരെ. അതുപോലെ തന്നെ വെതർ ആപ്പുകൾ, നമ്മൾ ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്തെ വെതർ അറിയാനായിട്ട് ലൊക്കേഷൻ ആക്സസ് കൊടുത്തുകൊണ്ട് നമുക്ക് വെതർ അപ്ഡേറ്റ് സ്വീകരിക്കാം. അതും ഒരു ടെമ്പററി ആക്സസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ ആപ്പുകൾ. സോഷ്യൽ മീഡിയ ആപ്പുകൾ മെയിൻ ആയിട്ട് നമ്മുടെ ലൊക്കേഷൻ ആക്സസ് യൂസ് ചെയ്യുന്നത് ജിയോ ടാഗുകൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചോ, ചില സോഷ്യൽ മീഡിയ ആപ്പുകൾ അവരുടെ അഡ്വർടൈസ്മെന്റ്സ് നമുക്ക് സെൻഡ് ചെയ്യാനും ഈ ഒരു ലൊക്കേഷൻ ആക്സസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞു വന്നത്, ഷെയർ യുവർ ലൊക്കേഷൻ വൈസ്ലി. നോട്ട് എവറി ആപ്പ് നീഡ്സ് ടു നോ വേർ യു ആർ.